സമ്പാദ്യം ഹലാലായ മാർഗത്തിൽ നിന്നാകണം. മാന്യ മുസ്ലിം സഹോദരീ സഹോദരന്മാരോട് ഞാൻ പറയട്ടെ, മിക്ക ആളുകളുടെയും സമ്പാദ്യത്തില് ഇന്നേറ്റവും പ്രശ്നകലുഷിതമായൊരു വിഷയം പലിശയാണ്. പറയാതെ പറ്റില്ല, അതിനല്ലേ നല്ല വിഷയം തന്നത്. പറയാതെ പറ്റില്ല. പലിശക്ക് കൊടുക്കുന്നവരാണോ, പലിശക്ക് വാങ്ങുന്നവരാണോ? പാരത്രിക ലോകത്തേക്ക് എത്തുന്ന സമയത്ത് ആദ്യം നിങ്ങളെപ്പറ്റി ജനങ്ങൾ തിരിച്ചറിയും. എങ്ങനെയെന്നറിയോ? പലിശക്ക് കൊടുക്കുന്നവൻ, പലിശക്ക് വാങ്ങുന്നവൻ പരലോകത്തേക്ക് ഖബറിൽ നിന്ന് എണീറ്റ് വരുമ്പോ രണ്ട് കണ്ണിനും അവന് കാഴ്ചയില്ല. എന്റെ വക ഞാൻ പറഞ്ഞതല്ല, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരലോകത്തേക്ക് മുസ്ലിങ്ങൾ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്നതിന്റെ രംഗം വിശദീകരിച്ച് രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരൊഴുക്കിക്കൊണ്ട് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഒരു ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോ വയൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ, സൂറിൽ ഊതപ്പെടുന്ന ദിനം സംഘം സംഘമായി നിങ്ങൾ എഴുന്നേറ്റ് വരുമെന്ന ആയത്തിന്റെ തഫ്സീർ ചോദിച്ചപ്പോ മുആദേ ലഖദ് സഅൽതാൻ അംദിൻ അദീം, ചെറിയൊരു വിഷയമല്ല നിങ്ങൾ ചോദിച്ചത്, വലിയ ഒരു സംഗതിയെ പറ്റിയാ ചോദിച്ചത് എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് മുആദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ സുമ്മ അർസല ഐനൈഹി ബാക്കിയാ, രണ്ട് കണ്ണിൽ നിന്നും കണ്ണീരിങ്ങനെ ഒഴുക്കിയിട്ട് പറഞ്ഞു, എന്റെ ഉമ്മത്തിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട 10 വിഭാഗം ആളുകളെ ഖബറിൽ നിന്ന് അല്ലാഹു കൊണ്ടുവരുന്നതിനെ പറ്റിയാണ് ആയത്തിൽ പഠിപ്പിക്കുന്നത്. അവരുടെ രൂപം അല്ലാഹു മാറ്റിയിട്ടുണ്ട്, അവരുടെ ഭാഗം അല്ലാഹു ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ 10 എണ്ണവും കൂടി ഞാൻ ഇവിടെ വിശദീകരിച്ചാൽ എന്റെ വിഷയം എങ്ങോട്ടും പോകാൻ കഴിയൂല. അതിൽ ഒന്ന്, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവരാണ്. ആരാണ് നബിയെ രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തവര്? ഫഅകലത്തുർ റിബാ, പലിശ തിന്നുന്നവരാ.